മാജിക്കിൻ്റെ ലോകത്തേക്ക് നമ്മളെ എടുത്തു കൊണ്ടുപോയ ഒരു മൂവിയായിരുന്നു നവ് യു സീ മീ. കുറച്ച് മജീഷ്യൻസിൻ്റെ കഥ പറഞ്ഞ, അതായത് റോബിൻഹുഡ് സ്റ്റൈലിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് മജീഷ്യൻസിൻ്റെ കഥ പറഞ്ഞ നവ് യു സീ മീ വളരെയധികം എൻഗേജിങ്ങും എൻ്റർടൈനിങ്ങും ആയിട്ടുള്ളൊരു പടമായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വന്നപ്പോൾ മാജിക് ഏതാ മന്ത്രവാദം ഏതാണെന്ന് അറിയാതെ കൺഫ്യൂഷൻ അടിച്ചിരുന്ന് കഷ്ടപ്പെട്ട് കണ്ടു തീർക്കേണ്ട ഒരു പടമായിപ്പോയി. എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു പടമായിരുന്നു. കാരണം പലപ്പോഴും ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ തരാൻ ഇവർക്ക് പറ്റിയിരുന്നില്ല. അതിൽ 10 വർഷത്തിനിപ്പുറം, അതെ 10 വർഷം കഴിഞ്ഞു ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കഴിഞ്ഞിട്ട്, 10 വർഷത്തിന് ശേഷം ഇതിൻ്റെ തേർഡ് പാർട്ടായിട്ട് അവർ വന്നിരിക്കുകയാണ്. either way I decided to give it a go to see whether it's magic or മന്ത്രവാദം. So let's just review Now We See Me 3. രണ്ട് വേർഡ്സ് പറഞ്ഞുകൊണ്ട് തന്നെ ഇതിൻ്റെ റിവ്യൂ തുടങ്ങാം. ഇറ്റ്സ് എൻ്റർടൈനിങ്, ഇറ്റ്സ് എൻഗേജിങ്. 2 മണിക്കൂറോളാണ് ഈ പടത്തിൻ്റെ ഡ്യൂറേഷൻ. ആ 2 മണിക്കൂറിൽ ഒരു തരി ലാഗ് പോലും എവിടെയും വരുന്നില്ല. അപ്പോൾ ഓരോ സീൻസും ക്യൂരിയസ് ആയിട്ട് തന്നെ ഒരുക്കാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ വേറെ നേരത്തെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, മന്ത്രവാദമാണോ മാജിക് ആണോ എന്നുള്ളത്. ഇതിൽ പ്യൂർലി മാജിക്കാണ്. കാരണം ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ, ഇതിൽ കാണിക്കുന്ന സ്ക്രീനിൽ വരുന്നു പോകുന്ന ഓരോന്നിനും ഒരു എക്സ്പ്ലനേഷൻ തരാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. ഹൗവർ അബ്സർഡ് ദാറ്റ് ഈസ്, അതിനൊരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ അവർ തന്നിട്ടുണ്ട്. അതിൽ ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. ഇനി ആക്ടിങ് ആണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. വുഡി ഹാരൽസനൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. ജെസ്സി ഐസൻബർഗ് ആണെങ്കിലും പിന്നെ പുതിയ 3 റിക്രൂട്ട്സ് ഈസിലി അത്യാവശ്യം നമ്മൾ കെയർ ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരുടെയും സ്ക്രീൻ പ്രസൻസും പെർഫോമൻസും എല്ലാം വളരെ നല്ലതായിരുന്നു. പിന്നെ ഇതിൽ വില്ലനായിട്ട് വരുന്നത് റോസമോണ്ട് പൈക്കാണ്. അറിയാലോ, ഷീ ഈസ് എ വെരി ഗുഡ് ആക്ട്രസ് ആൻഡ് ഷീ ഹാസ് ഡൺ എ വെരി ഗുഡ് ജോബ് ഇൻ ദിസ് ഫിലിം ആസ് വെൽ. സോ ഓവറോൾ ഈ മൂവി വെൻ കമ്പയർഡ് ടു ദ പാർട്ട് 2 ഇറ്റ്സ് എ വെരി ബിഗ് സ്റ്റെപ്പ് അപ്പ്. കാരണം പാർട്ട് 2 ഈസ് ലൈക്ക് സംതിങ് ഐ ഡോണ്ട് ലൈക്ക്. ഇതെനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു മൂവിയായിട്ട് മാറിയിട്ടുണ്ട്. സോ ആ രീതിയിലൊരു സ്റ്റാൻഡേർഡ് അപ്പ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. ഒരു കാര്യം പറയുന്നത്, പാർട്ട് 2 അവർ മിസ്റ്റേക്സ് കവർ ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. പാർട്ട് 1 അപേക്ഷിച്ച് ഒരു ഈക്വലായിട്ട് നിൽക്കുന്ന ഒരു മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ സീൻസ് ഇതിൻ്റെ 4 ഒക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഐ തിങ്ക് ഇറ്റ്സ് ഗോണ ബി വൺ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഫോക്കസിങ് ഓൺ ദ ന്യൂ ബീസ്, അതായത് ന്യൂ റിക്രൂട്ട്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കാനാണ് സാധ്യത. സോ എനിവേസ് I would say go for it. If you have liked the part 1, you're gonna like part 3. If you like part 2, you definitely like anything. So go for it. It's a good film.